ഓപ്പൺ ഡിഫുള്ള കാറിന് ബേൺ ഔട്ട് അടിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രോമിസ് ചെയ്യുന്നില്ല. അതെ, ഇപ്പൊ ഞാൻ റൺ ചെയ്യുന്നത് ഫുൾ ബോൾട്ടോൺസ് ആണ്. ഫുൾ ആന്റി ലാഗ് വരുന്നുണ്ട്. എന്താണേലും നിങ്ങൾ ട്രാൻസ്മിഷൻ ട്യൂൺ ചെയ്തിരിക്കണം. ഇത് XHPയുടെ ട്രാൻസ്മിഷൻ ട്യൂൺ ഒക്കെ ഉണ്ട്. BMW പ്ലാറ്റ്ഫോമിൽ ആരോട് ചോദിച്ചാലും അറിയാവുന്ന ഒരു പേരാണ് MHD. പോപ്സ് ആൻഡ് ബാങ്ക്സ് നമുക്ക് കൺട്രോൾ ചെയ്യാം. എത്ര പോപ്സ് വേണം, അല്ല ടൂണറിന്റെ അടുത്ത് പോയി ഡൈനോ ചെയ്ത് ട്യൂൺ ചെയ്യാം. അതാണ് എപ്പോഴും റെക്കമെൻഡഡ്. നമ്മുടെ വണ്ടിയുടെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ആ ട്യൂൺ റൈറ്റ് ചെയ്യണം. JB4ന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു പിഗി ബാക്ക് സിസ്റ്റമാണ്. ഓക്കെ, N54 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് പറയുമ്പോൾ സുപരിചിതമായിട്ടുള്ളൊരു വേർഡാണ് ഫുൾ ബോൾട്ടോൺസ്. ഇപ്പം ഞാൻ റൺ ചെയ്യുന്നത് ഫുൾ ബോൾട്ടോൺസ് ആണ്. ഫുൾ ബോൾട്ടോൺസ് റൺ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വരുന്നത് എയർ ഇൻടേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. ഡ്യുവൽ കോൺ എയർ ഇൻടേക്സ് അപ്ഗ്രേഡ് ചെയ്യും. അതുപോലെ കാറ്റലറ്റിക് കൺവെർട്ടർ എടുത്ത് കളഞ്ഞിട്ട് ഡൗൺ പൈപ്സ് ചെയ്യും. പിന്നെ കുറേ കൂടെ കൂളർ എയർ നമുക്ക് ഇൻടേക്കിലോട്ട് ചെല്ലാനായിട്ട് ഇൻ്റർ കൂളർ അപ്ഗ്രേഡ് ചെയ്യും. പിന്നെ ചാർജ് പൈപ്പ് അപ്ഗ്രേഡ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ബ്ലോ ഓഫ് ആലോ, അതൊരു സപ്പോർട്ടിംഗ് മോഡാണ്. അതെ, പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക് ആണ്. എന്താണേലും നിങ്ങൾ ട്രാൻസ്മിഷൻ ട്യൂൺ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വണ്ടി ഭയങ്കര വിയർഡായിരിക്കും ഓടിക്കുമ്പോൾ. ജുമ്മ കടന്ന് ഡൗൺ ഷിഫ്റ്റ് അപ്പ് ഷിഫ്റ്റ് ഡൗൺ ഷിഫ്റ്റ് അങ്ങനെ അത്ര ഒരു പവർ ഹാൻഡിൽ ചെയ്യാൻ ട്രാൻസ്മിഷൻ ട്യൂൺ ചെയ്തിട്ടില്ല. അപ്പം അത് ട്രാൻസ്മിഷൻ ട്യൂൺ കിട്ടുവാണെങ്കിൽ നമുക്കൊരു ഓൾമോസ്റ്റ് DCT പെർഫോമൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പറ്റും. ഇത് XHPയുടെ ട്രാൻസ്മിഷൻ ട്യൂണൊക്കെ ഉണ്ട്. XHP ആണ് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ റൺ ചെയ്യുന്ന ഒരു ട്രാൻസ്മിഷൻ ട്യൂൺ അവരാണ്. അത് ചെയ്താൽ തന്നെ അത്യാവശ്യം ഇതാവും. പിന്നെ മാനുവൽ വണ്ടിക്ക് അങ്ങനെ നമുക്കൊന്നും ചെയ്യണ്ട. പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ട്യൂൺ വേണം. ട്യൂണിങ്ങിന് പ്ലാറ്റ്ഫോമുകൾ ഒത്തിരി ഉണ്ട്. മെയിനായിട്ട് BMW ട്യൂണിങ് പ്ലാറ്റ്ഫോമിൽ മികച്ചു നിൽക്കുന്നതാണ് MHD. BMW പ്ലാറ്റ്ഫോമിൽ ആരോട് ചോദിച്ചാലും അറിയാവുന്ന ഒരു പേരാണ് MHD തന്നെ നമുക്ക് ഏത് നമ്മുടെ സപ്പോർട്ടിംഗ് മോഡ്സ് വെച്ച് നമുക്ക് MHD സ്റ്റേജ് 1 ചെയ്യാം, സ്റ്റേജ് 2, സ്റ്റേജ് 2+. അത് MHD എല്ലാവർക്കും ഭയങ്കര ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പോപ്സ് ആൻഡ് ബാങ്ക്സ് നമുക്ക് കൺട്രോൾ ചെയ്യാം. എത്ര പോപ്സ് വേണം, അല്ല എത്ര ഇന്റർവെല് വേണം, ഏതാണ് എത്ര സൈക്കിൾ, അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. വേണ്ട പോപ്സ് വേണ്ടെങ്കിൽ പോപ്സ് വേണ്ട. അപ്പം നമുക്ക് നമ്മുടെ ഫോണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്കൊരു ടൂണറിൻ്റെ അടുത്തും പോകണ്ട. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് ആ ട്യൂൺ നോക്കുന്നെങ്കിൽ ടൂണറിന്റെ അടുത്ത് പോയി ഡൈനോ ചെയ്ത് ട്യൂൺ ചെയ്യാം. അതാണ് എപ്പോഴും റെക്കമെൻഡഡ്. പ്രോപ്പർ കസ്റ്റം ട്യൂൺ കസ്റ്റം ട്യൂൺ നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടി ചെയ്യുന്ന അതാണ്. ഓഫ് ദി ഷെൽഫ് ട്യൂൺസ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ വണ്ടിക്കും കോമൺ ആയിട്ട് ഒരു ഫയൽ റൈറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പം നമ്മുടെ വണ്ടി ഓടുന്ന ക്ലൈമറ്റ്, ടെമ്പറേച്ചർ, ഓൾട്ടിറ്റ്യൂഡ്, അതൊന്നും ഇതെല്ലാം വ്യത്യാസമുണ്ട്. അതെ, ഫ്യൂവലിന്റെ ഇതെല്ലാം വ്യത്യാസമുണ്ട്. നമ്മുടെ ഒരു ലോക്കൽ ട്യൂണർ അല്ലെങ്കിൽ നമ്മുടെ ഡൈനോ ഗൈഡ് എടുത്ത് പോയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിക്ക് എന്താണ് വേണം, നമ്മുടെ വണ്ടിയുടെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ആ ട്യൂൺ റൈറ്റ് ചെയ്യണത്. അതാണ് എപ്പോഴും റെക്കമെൻഡഡ്. പക്ഷെ അത് പറ്റാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പോഴത്തേക്കും അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാക്സിമം പുഷ് ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം റിലയബിളി ഫൈൻഡ് ആയിട്ട് നമുക്ക് മാക്സിമം പവർ പുഷ് ചെയ്യാൻ പറ്റും നമുക്ക് കസ്റ്റം ട്യൂണിലൂടെ. അതുപോലെ തന്നെ JB4 ഉണ്ട്. JB4 നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ബ്രിട്ടോ റൺ ചെയ്യണ JB4 പ്ലസ് ബാക്ക് ആൻഡ് ഫ്ലാഷ് MHD റൺ ചെയ്യണം. അങ്ങനെ നമുക്ക് രണ്ടും കൂടെ റൺ ചെയ്യാൻ പറ്റും. JB4ന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു പിഗി ബാക്ക് സിസ്റ്റമാണ്. നമുക്കിപ്പോൾ ഒരു ഹാർഡ്വെയർ യൂണിറ്റ് ആണ്. അത് നമ്മൾ ECUലായിട്ടൊക്കെ പിഗി ബാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. JB4 എന്ന് പറയുമ്പോഴത്തേക്കും JB4 അത്രയും ഒരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് എല്ലാവരും ബാക്ക് ആൻഡ് ഫ്ലാഷ് ആയിട്ട് MHD റൺ ചെയ്യണം. അപ്പോൾ ബാക്ക് ആൻഡ് ഫ്ലാഷ് MHD റൺ ചെയ്യുമ്പോൾ പോപ്സ് ആൻഡ് ബാങ്ക്സ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഫണ്ടിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ MHD ബാക്ക് ആൻഡ് ഫ്ലാഷ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോപ്സ് ആൻഡ് ബാങ്ക് ഇഷ്ടമാണ്. അതുപോലെ എന്റെ വണ്ടി ഇപ്പോൾ ഫ്ലെയിം ത്രോ ചെയ്യുന്നുണ്ട്. അത് MHD ഇത് ട്യൂൺ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലോട്ട് വരുമ്പോൾ ആണ് ഫ്ലെയിം ത്രോ ചെയ്യാറുണ്ട്. പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് കൺട്രോൾ ഉണ്ട്. പുതിയ MHDയിൽ ആന്റി ലാഗ് വരുന്നുണ്ട്. ആന്റി ലാഗ് ഞങ്ങൾ നോക്കണം എന്ന് ഓർത്തിരിക്കുന്ന കാര്യമാണ്. ആന്റി ലാഗ് ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല. ആന്റി ലാഗ് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്വിച്ച് സ്റ്റിയറിംഗ് പ്രസ് ചെയ്ത് നമുക്ക് ആന്റി ലാഗ് ഇതാവും. ടർബോ ചാർജർ വണ്ടികളിൽ മേജറായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടർബോ ലാഗ് ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് ആന്റി ലാഗ്. N55ന്റെ കാര്യം പറയുമ്പോഴും സെയിം MHD അവൈലബിൾ ആണ്, JB4 അവൈലബിൾ ആണ്. ട്യൂണിങ് സോഫ്റ്റ്വെയർസ് എല്ലാം കോമൺ ആയിരിക്കും, അവൈലബിൾ ആയിരിക്കും. പക്ഷേ എൻജിൻ വൈസ് പറയുമ്പം കുറച്ചുകൂടെ ഞങ്ങൾ പ്രിഫർ ചെയ്യണ N54 ആണ്. ലോക്ക് എൻജിൻ വെച്ചിട്ട് എത്രമാത്രം പുഷ് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് ക്കുന്നത്. എപ്പോഴും നമ്മൾ സെയിം മൈൻഡ് ഇരിക്കണമെന്നില്ല. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിംഗിൾ ടർബോ പോകാം. അത് മാത്രമല്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ N55ന്റെ DMI നമുക്കിപ്പം ട്യൂൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ MHD വഴി നമ്മൾ തന്നെയാണ് ട്യൂൺ ചെയ്തത്. പക്ഷേ N55ന്റെ കേസിൽ നമുക്ക് നമ്മൾ DMI സെൻഡ് ഔട്ട് ചെയ്തിട്ട് അത് അൺലോക്ക് ചെയ്ത് തിരിച്ച് കിട്ടിയിട്ടൊക്കെയാണ് നമുക്കത് ട്യൂൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ X ഡ്രൈവ് ഉള്ള വണ്ടികൾക്ക് ഇത് X ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പം
എക്സ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 4 വീലിലോട്ടും പവർ പോകും. നമ്മുടെ 4x4 തന്നെ. എക്സ് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിയർ വീലിലോട്ട് മാത്രമേ പവർ പോകുള്ളൂ. ഇപ്പോൾ ട്രാൻസ്ഫർ കേസിൽ നിന്ന് ഫ്രണ്ട് വീലിലോട്ട് പവർ പോകത്തില്ല. അത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം കുറച്ച് ഫണ്ണായിരിക്കും ഓടിക്കാൻ വേണ്ടി. ചെറിയ ഡ്രിഫ്റ്റ്, ചെറിയ ബേണൗട്ടൊക്കെ അടിക്കണമെങ്കിൽ അത് പറ്റും. പക്ഷേ ഓപ്പൺ ഡിഫുള്ള കാറിന് ബേണൗട്ട് അടിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രോമിസ് ചെയ്യുന്നില്ല. അതെ പക്ഷേ ഒരു LSD ഉള്ള കാരണം ഒബ്വിയസ്ലി അത് ചെയ്യാൻ പറ്റും. അതെ, LSDയുടെ കാര്യം പറയുമ്പം അത് ഞങ്ങൾ മുന്നോട്ട് നോക്കി വെച്ചിരിക്കുന്ന ഒരു അപ്ഗ്രേഡ് ആണ്. LSD അപ്ഗ്രേഡ് ആണ് നമുക്കിപ്പം നമ്മളിപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച വീഡിയോയിലൊക്കെ എല്ലാവരും BMW ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു, ബേണൗട്ട് ചെയ്യുന്നു. അത് LSD ഉള്ള കാറുകൾ. ഓപ്പൺ ഡിഫുള്ള ഒരു കാറും അങ്ങനെ ചെയ്യത്തില്ല. അതെ, ഓപ്പൺ ഡിഫുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഡിഫ് ഓപ്പൺ ആയിരിക്കും. അപ്പം ഈ ടയർ സ്റ്റക്ക് ആയാലും അല്ലെങ്കിൽ ഇപ്പുറത്തെ ഒരു സൈഡ് മാത്രം കറങ്ങിക്കൊണ്ടിരിക്കും ബേണൗട്ടൊക്കെ അടിച്ചാൽ. പക്ഷേ ഇത് LSD ആകുമ്പോൾ ലിമിറ്റഡ് സ്ലിപ്പ് ആകുമ്പോഴത്തേക്ക് എന്ത് കാണിച്ചാലും 2 ടയറിലോട്ടും പവർ ചെല്ലും. അപ്പോഴത്തേക്ക് നമുക്ക് സെയിം പവർ വരുന്നതുകൊണ്ട് നമുക്ക് ഡ്രിഫ്റ്റും ബേണൗട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. അതെ, ഡ്രിഫ്റ്റും ബേണൗട്ട് എന്നതിലുപരി ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ ട്രാക്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. ട്രാക്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് LSD വരുന്ന കാറുകൾ ഭയങ്കര കുറവാണ്. BMW പറയുകയാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ജനറേഷൻ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആകെ വരുന്ന M3 ആണ് വരുന്നത്, LSD വരുന്നത്. ബാക്കി എല്ലാം ഓപ്പൺ ഡിഫ് ആണ്. പിന്നെ റെട്രോഫിറ്റ് ഓപ്ഷൻസ് ഉണ്ട് പലത്. ഏതർ നമുക്ക് ഫുൾ സ്വാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റെട്രോഫിറ്റ് ആയിട്ട് DIY പ്രൊജക്റ്റ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാം. വെൽഡിങ് അല്ല, അല്ലാണ്ട് നമുക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് അത്രമാത്രം റിലയബിൾ ആണ്. സ്റ്റിൽ റിസർച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. E92 M3 എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും ഡ്രീം കാറാണ്. E92 M3 എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലി ആസ്പിറേറ്റഡ് V8 4 ലിറ്റർ S65 എന്ന് പറഞ്ഞ എഞ്ചിനാണ് അത് വരുന്നത്. 420 ഹോഴ്സ് പവറും 400 Nm ടോർക്കും ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. 420 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ടോപ്പിൽ വരുന്നത് 420 ഹോഴ്സ് പവർ 400 Nm ടോർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുണ്ട്. പക്ഷേ ഇതിലെല്ലാം മുകളിൽ എനിക്ക് ആ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല സൗണ്ട് ആ വണ്ടിക്ക്. അതെ, വണ്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ V8 അതുപോലെ ഒരു V8 എഞ്ചിൻ്റെ സൗണ്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇപ്പോൾ V8 എഞ്ചിൻ ഇഷ്ടം പോലെയാണ്. മോപ്പാറുണ്ട്, ഫോർഡ് ഉണ്ട്, എല്ലാത്തിൻ്റെ ഉണ്ട് V8. പക്ഷേ അതിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു അഗ്രസീവ് ഒരു റോ സൗണ്ടാണ്. പക്ഷേ BMW V8 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ട്രാക്കിൽ പോണ ഒരു വണ്ടിയുടെ സൗണ്ടാണ് വരുന്നത്. S65 കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു BMW ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് V8 ഇറക്കിയിട്ടില്ല. നമ്മുടെ F10ന്റെ 550i ആണെങ്കിലും എല്ലാം തന്നെ V8 വരുന്നുണ്ട്. പക്ഷേ ട്വിൻ ടർബോ V8 ആണ്. BMW ലാസ്റ്റ് V8 ജനറേഷനിൽ ഏറ്റവും നല്ലൊരു അത്യാവശ്യം റിലയബിൾ എന്ന് പറയാം. പക്ഷെ അതിനും റോഡ് ബെയറിംഗ് ഇഷ്യൂ ഭയങ്കരമാണ്. E92, E90, E93, S65 എഞ്ചിൻ എടുക്കുന്ന ഒരു റോഡ് ബെയറിംഗ് ആണ് എല്ലാവരും ആദ്യം പോയി മാറുന്നത്. അല്ലെങ്കിൽ റോഡ് ബെയറിംഗ് സ്ലിപ്പ് ആവും ഭയങ്കര ചാൻസ് ഉള്ള ഒരു എഞ്ചിനാണ്. അതെ, അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ E60 M5 ലെജൻഡറി V10 എന്ന് പറയുന്നതും റോഡ് ബെയറിംഗ് ഒരു നൊട്ടോറിയസ് ഒരു ഇഷ്യൂ ആണ്. റോഡ് ബെയറിംഗ് കുറെ വണ്ടിയൊക്കെ എല്ലാം ഇഷ്യൂ ആണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യണ വണ്ടിയൊക്കെ എല്ലാം റോഡ് ബെയറിംഗ് ഇഷ്യൂ ആണ്. അത് അപ്ഡേറ്റ് ചെയ്യണം പതുക്കെ. അല്ലെങ്കിൽ ഒരു 100,000 കിലോമീറ്റർ കഴിയുമ്പോൾ നോർമലി അത് എല്ലാവരും തന്നെ അഡ്രസ്സ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന M3 ഓണേഴ്സ് ചെയ്യുന്ന തന്നെ പറഞ്ഞാൽ അവർ ഓയിൽ സാമ്പിൾസ് എടുത്തിട്ട് ലാബിലോട്ട് ടെസ്റ്റ് ചെയ്യാനായിരിക്കും. ലാബിൽ നിന്ന് ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ മെറ്റൽസ് ഉണ്ടെന്ന്. അപ്പം അത് റോഡ് ബെയറിംഗിന്റെ മെറ്റൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവരത് മാർക്ക് ചെയ്തിട്ട് അയക്കണം. അപ്പം അങ്ങനെ നമുക്ക് ഒരു പ്രിവെന്റേറ്റീവ് മെയിൻ്റനൻസ് ആയിട്ട് ഇങ്ങനെ നോക്കാം, മാറാറായോ എന്ന്. ഈവൻ ഇപ്പം ഒരു വണ്ടി ഇപ്പം നമ്മൾ എടുക്കുകയാണ്, ബിൽഡ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യാനാണ് നമ്മൾ കുറേ കൂടെ അതിനകത്ത് മണി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ മണി അതിലോട്ട് ഡംപ് ചെയ്യുന്നതിന് മുന്നതായിട്ട് മോട്ടറിന്റെ ഹെൽത്ത് നമുക്ക് അറിയാം. മോട്ടോർ ഹെൽത്ത് അറിയാൻ അത്യാവശ്യം നല്ലതാണ്. എത്ര പേര് ഇത് ചെയ്യാറുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ ഡ്രീം കാർ എടുക്കുമ്പോൾ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് എഞ്ചിൻ ഹെൽത്ത് അറിയാൻ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോഡ് ബെയറിംഗ് ഉണ്ടോ, പിസ്റ്റൺ ഉണ്ടോ, ഈ വാൽവിൻ്റെ ഉണ്ട്, ഏതൊക്കെ മെറ്റൽ അതിനകത്ത് ഓയിലിനകത്ത് പ്രസന്റ് ആണെന്ന് അവർ കറക്റ്റ് പറയും. ഇനിയിപ്പോൾ അതിനകത്ത് കൂളന്റ് മിക്സ് ഉണ്ടോ അല്ലെങ്കിൽ ഫ്യൂവൽ മിക്സ് ഉണ്ടോ, എല്ലാം അത് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇഞ്ചക്ടർ ലീക്ക് ഉണ്ടെങ്കിൽ ഫ്യൂവൽ അറിയാം. ഇപ്പോൾ ഹെഡ് ഗ്യാസ്കറ്റ് ലീക്ക് ഉണ്ടെങ്കിൽ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യാം. കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ടെസ്റ്റ് നടത്തിയാൽ ഓയിലിനകത്ത് കൂളന്റ് പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ N54 ഫാമിലിയോട്ട് വരാൻ അല്ലെങ്കിൽ N54 കാർസ് നോക്കുന്നവരോട് ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യണം കുറച്ച് ഇഷ്യൂസ് വരത്തില്ലെന്നല്ല. വണ്ടിക്ക് ഏജ് ഉണ്ട്, റബ്ബർ സാധനങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എല്ലാം പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓയിൽ ലീക്സ് വരാം. വാട്ടർ പമ്പ്, തെർമോസ്റ്റാറ്റ്. അതെ, വാട്ടർ പമ്പ് ഒരു ഇഷ്യൂ ആണ്. നമ്മളത് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. വാട്ടർ പമ്പ് ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ വാൽവ് കവർ, ടർബോ, വേസ്റ്റ് ഗേറ്റ് ഇഷ്യൂ, ഓയിൽ ഫിൽട്ടർ ഹൗസിങ്, അതെല്ലാം എക്സ്പെക്ട് ചെയ്യണം. അത്ര ഏജ് ആകുമ്പോൾ നോർമലി അത് വീക്കാകുമ്പോൾ ലീക്ക് വരും. അതെല്ലാം എക്സ്പെക്റ്റഡ് ആയിരിക്കണം. മെയിൻ്റനൻസ് ടേക്ക് കെയർ ചെയ്താൽ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും N54. അതെ, N54 നല്ല പ്ലാറ്റ്ഫോമാണ്. പ്രത്യേകിച്ച് നമ്മൾ വണ്ടി ട്യൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. N54 ആണെങ്കിലും മാനുവൽ റിയർ വീൽ ഡ്രൈവ് കാർസിന് ഭയങ്കര
ഒരു പിടിച്ചുപറിയാണ് മാർക്കറ്റിൽ. അത് കിട്ടണമെങ്കിൽ സ്റ്റിൽ നമ്മളൊരു $15,000 കൊടുക്കണം. എടുക്കുമ്പോൾ ലോ മൈലേജ് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇൻബോക്സ് ചെയ്താൽ ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞങ്ങളത് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ഞങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് BMW N54 എഞ്ചിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് റിസർച്ച് നടത്തുക. വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ റീച്ച് ഔട്ട് ചെയ്യുക. ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം ഞങ്ങൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും പീസ്. പീസ്.